നമസ്കാരം സുഹൃത്തുക്കളെ. ഈ വീഡിയോയിൽ പരാമർശിക്കാൻ പോകുന്ന വിഷയം ഇറാൻ അമേരിക്ക യുദ്ധം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാൻ പോകുന്ന കാര്യം, നാട്ടിൽ വന്ന് കഞ്ഞിക്കട തുടങ്ങാൻ തയ്യാറായിക്കോളൂ പ്രവാസികളോടും. അതായത് ഇറാനെ അനുമോദിക്കുന്നവരും അമേരിക്കനെ സപ്പോർട്ട് ചെയ്യുന്നവരും പ്രത്യേക ശ്രദ്ധയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത് നിങ്ങൾക്കായിരിക്കും. ഉക്രൈൻ റഷ്യ യുദ്ധം ഏകദേശം 4 വർഷത്തോളമായി നടന്നു പോകുന്നു. നഷ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഒരുപാട് പേരുടെ വീടുകൾ മാത്രമാണ് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്. നേതാക്കന്മാർക്കൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈ ജയ് വിളിക്കുന്നവർ, അതായത് ഇവരുടെ സ്റ്റാറാണ് എന്ന് പറഞ്ഞ് വിളിക്കുന്നവരുടെ പ്രതിമശ്രദ്ധയ്ക്ക് വാട്ടിൽ വരാൻ തയ്യാറായിക്കോളൂ. കാരണം ഈ സൂചിപ്പിക്കുന്നു പറയുന്നത് ഈ യുദ്ധം നീണ്ടു നിൽക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. കാരണം അതിലേക്ക് എന്നെ നയിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഇറാന്റെ ഭാഗത്ത് തിരിച്ചടി എന്ന് പറയുന്നത്. അതായത് ഇന്നലെ പകൽ സമയം, അതായത് ഇറാന്റെ പകൽ സമയം 10 മണിക്കാണ് ഒരു മൂൺലൈറ്റോ അല്ലെങ്കിൽ രാത്രിയിൽ സഹായം പോലും ഇല്ലാതെയാണ് അമേരിക്കയുടെ F-22 റാപ്റ്ററുകളും അമേരിക്കയും ഇസ്രായേലും ജോയിന്റ് ഓപ്പറേഷനിൽ പല കേന്ദ്രങ്ങളും IRGC കേന്ദ്രങ്ങൾ, അവരുടെ മിസൈൽ കേന്ദ്രങ്ങൾ, കമാൻഡ് സെന്ററുകൾ, ഇത് പറയുന്നു ഖമേനിയുടെ താവളം പോലും, കൊട്ടാരം പോലും തകർത്തു എന്ന് പറയുന്നു. പക്ഷെ ഇതൊക്കെ നടത്തിയിരിക്കുന്നത് പകൽ വെളിച്ചത്തിലാണ്. സോ അമേരിക്ക സെൻഡിങ് എ വെരി ക്ലിയർ മെസ്സേജ്. അതായത് രാത്രിയുടെ സഹായം വേണ്ട. അതായത് എത്രമാത്രം ഇലക്ട്രോണിക് വാർഫെയറുകൾ ഉണ്ടെങ്കിൽ പോലും അത് ഈ സ്പെക്ട്രത്തിൽ കാണണം. ഈ പറയുന്ന ഇൻകമിങ് അസറ്റുകളായിട്ടുള്ള എന്തൊക്കെ F-35 ആയാലും F-22 ആയാലും ഇതെല്ലാം സ്പെക്ട്രത്തിൽ കണ്ടേ പറ്റൂ. അത് കാണാൻ പോലും സാധിക്കാത്ത രീതിയിൽ ഇലക്ട്രോ മാഗ്നറ്റുകളെ ജാം ചെയ്യണമെങ്കിൽ അപൂർവ ശേഷി അമേരിക്കയ്ക്കും ഇസ്രായേലിനുമുണ്ട്. പകൽ വെളിച്ചത്തിലാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഇവിടെ അത്ഭുതം എന്ന് പറയുന്നത് തിരിച്ചടിയാണ്. അതായത് അമേരിക്ക അവകാശപ്പെടുന്നു, അതായത് ബലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങൾ, കമാൻഡ് സെന്ററുകൾ, അവരുടെ IRGC കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ പോലും വിത്തിൻ 2-3 മണിക്കൂറുകൾക്കുള്ളിൽ ഏകോപിപ്പിച്ചുകൊണ്ട് 7ഓളം രാജ്യങ്ങളിലേക്ക് തിരിച്ചാണ് ഇറാൻ മിസൈൽ അയച്ചിരിക്കുന്നത്. ബഹ്റിൻ, പിന്നെ ഖത്തർ, എല്ലാവരും അറിയാം. അബുദാബിയിൽ ഒരു പാകിസ്ഥാനി മരിച്ചു എന്ന് പറയുന്നു. ഇതിൽ ഏറ്റവും കൂടുതൽ എന്നെ അത്ഭുതപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത്, അമേരിക്കയുടെ ബേസില്ലാത്ത ഒരേ രാജ്യം എന്ന് പറയുന്നത് സൗദി അറേബ്യയാണ്. അവിടെ കിങ് സൽമാൻ എയർബേസിലേക്ക് അയച്ചിരിക്കുകയാണ്. അമേരിക്കയോട് യുദ്ധം ചെയ്യരുത് അല്ലെങ്കിൽ എയർ സ്പേസ് കൊടുക്കരുത് എന്ന് ആവശ്യപ്പെട്ട ഒരേ രാജ്യം ഒന്നിനോട് പറഞ്ഞു. അതിൽ ഏറ്റവും മുൻപന്തിയിൽ സൗദി അറേബ്യയായിരുന്നു. സൗദി അറേബ്യ അമേരിക്കയുമായി ഒരു തരത്തിലുമുള്ള സൈനിക താവള കരാറൊന്നുമില്ല. എന്നിട്ട് പോലും സൗദി അറേബ്യയിലേക്ക് അയച്ചിരിക്കുകയാണ്. സോ ഇറാൻ ഇപ്പോൾ നടക്കാൻ പോകുന്ന പറയുന്നത് ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണ്. കയ്യിലുള്ള എല്ലാം പ്രയോഗിക്കുക. ഈ റെജീം ചെയ്യാൻ പോകുന്ന സർവൈവൽ അറ്റാക്കാണ്. അപ്പോൾ അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതൊരു ജൂൺ 12-ാം തീയതി യുദ്ധം പോലെ തുടങ്ങി അവസാനിച്ചു, ഒരടി തിരിച്ചടി, അതല്ല. ദിസ് ഇസ് ഗോയിങ് ടു ബി ലോങ് ടേം. അമേരിക്ക അങ്ങനെയാണ് പ്ലാൻ ചെയ്യുന്നത്. അതായത് അമേരിക്ക എന്ന് പറയുന്ന ബൂട്ടിൽ പോവുകയല്ല, ആക്രമിക്കുക, IRGC കേന്ദ്രങ്ങളെ തകർക്കുക. തിരിച്ചടി തീർച്ചയായിട്ടും ഉണ്ടാവുന്നതായിരിക്കും. ഇപ്പോൾ ഇസ്രായേൽ, ഞാൻ ഈ വീഡിയോ കാണുന്ന തൊട്ട് മുമ്പ് പോലും ഇസ്രായേലിലെ മാധ്യമങ്ങൾ പരിശോധിച്ചപ്പോൾ അവിടെ സൈറണുകൾ അവിടെ നിർത്താതെ അടിക്കുകയാണ്. ദേ ക്യാൻ സി അവരുടെ അയൺ ഡോം അവിടെ ഇന്റർസെപ്റ്റ് ചെയ്യുന്നു. താഴെ പോയിട്ടില്ല എന്ന് പറയുന്നു, അറിഞ്ഞുകൂടാ. പക്ഷേ ദേ ആർ ട്രൈങ് ടു ഇന്റർസെപ്റ്റ്. അതായത് ഇറാൻ വീണ്ടും മിസൈലുകൾ തൊടുത്തു വിടുകയാണ്. സോ ഇറ്റ്സ് ഗോയിങ് ടു ബി ലോങ് ടേം വാർ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രവാസികൾ കരുതിയിരിക്കുക. ഇപ്പോൾ വിമാനങ്ങളെല്ലാം നിശ്ചലമായിരിക്കുന്നു. മിഡിൽ ഈസ്റ്റ് കംപ്ലീറ്റ്ലി ഒരു എമർജൻസി അടിയന്തരാവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പോൾ കരുതിയിരിക്കുക. നാട്ടിൽ കഞ്ഞിക്കടയോ അല്ലെങ്കിൽ ചായക്കടയോ തുടങ്ങാൻ തയ്യാറായിരിക്കുമോ? ഇത് എനിക്കും ബാധകമാണ്. അപ്പോൾ ഞാൻ അമേരിക്കയിലാണെന്ന് കരുതിക്കൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്കിതൊന്നും ബാധകമല്ല പറയുന്നത്, എല്ലാവർക്കും ബാധകമാണ്. കാരണം ഈ യുദ്ധം എന്ന് പറയുന്നത് നീണ്ടു നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ നിലയ്ക്ക് പോയി കഴിഞ്ഞാൽ ഇതിന്റെ തിക്തഫലങ്ങൾ ഓരോ മലയാളിയും അനുഭവിക്കേണ്ടി വരും. ഓരോ ചാനൽ അണ്ടറിൽ പോയി നിന്നുകൊണ്ട് രണ്ടു പേർക്കും വേണ്ടി ജയ് വിളിക്കുന്ന ഒരു പ്രത്യേക ശ്രദ്ധയ്ക്ക്, അതായത് ഇവരെല്ലാം മലപ്പുറത്തുള്ളവരോടും കോഴിക്കോടും തൃശ്ശൂർക്കാരോടും പറയുകയാണ്, ഇവരെല്ലാം ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എല്ലാവരും വളരെ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഒരു യുദ്ധം നീണ്ടു നിൽക്കുക വളരെ സാധ്യത കൂടുതലാണ് ഇതിനുണ്ട്.